സൂപ്പർസ്റ്റാർ ഇങ്ങനെ ചെയ്യുന്നു. മമ്മൂക്ക വന്നു, സോറി വന്നു പോയി. നമ്മളെല്ലാവരും ഇനിയുള്ള കണ്ടോണ്ടിരിക്കും. പക്ഷേ കേരളത്തിന് ആകെ കൂടി ഓരോ ക്രിക്കറ്റാണ് ഇന്ത്യൻ ലെവലിൽ കളിച്ചത്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ആൻഡ് മാത്രമല്ല ശ്രീശാന്ത് ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസ് കളിക്കുന്ന കാണുമ്പോൾ എന്താണ് പറയാനുള്ളത് അവരെ കുറിച്ച്? എനിക്കൊന്നുമില്ല, വളരെ സർപ്രൈസ് ആയിരുന്നു ഇതിന്റെ സീരീസ് ആയിട്ട് എടുത്തപ്പം. ആദ്യം ഞാൻ പറഞ്ഞു ഇന്ദ്രജിത്തേട്ടൻ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുകേഷ് ചേട്ടൻ, ജയറാം ചേട്ടൻ, അങ്ങനെ കുറെ മോഹൻലാലിന്റെ ലാലേന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ഒപ്പം ക്രിക്കറ്റ് ഇത്ര സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അത് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മാച്ചസിനെക്കാളും കൂടുതൽ ആളുകളുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു IPL-നെക്കാളും കൂടുതൽ ജനം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ സക്സസ്ഫുൾ ആണ്. ശ്രീശാന്ത് ഇവരുടെ ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നിലെ മാച്ചസ്. ഇവർ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഏതാണ്? എന്റെ കസിനാണ് രാജീവ്, കഴിഞ്ഞ മാച്ചിൽ പാപ്പത്തിൽ കാണിച്ചത്. അപ്പം സീരിയസ് ആയിട്ടും അപ്പം ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അത് മാത്രമല്ല മിക്ക ടീമിലും അപ്പൊ കുഞ്ഞാകോമൻ ചേട്ടനാണെങ്കിലും നിഖിൽ ചേട്ടനാണ്, കുറെ പേരുണ്ട്. അപ്പം എല്ലാവരുടെ പേര് ഷാജി ചേട്ടൻ, കുറെ പേരുണ്ട്, ഞാൻ പേര് പറയാൻ സോറി. അപ്പൊ എല്ലാവരും, പിന്നെ ലാൽചേട്ടൻ ബീങ് ദ ക്യാപ്റ്റൻ, അമേസിംഗ് ലീഡർ. പിന്നെ ക്രിക്കറ്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ലൈഫ് ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ക്രിക്കറ്റ്. അങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതും കൊച്ചിയിൽ ഇത്രയും ജനം കളി കാണാൻ. That was 6 and for 4 ആയിരുന്നു, sorry. Alright. ലാലേട്ടന്റെ ക്യാപ്റ്റനെ കുറിച്ചിട്ട് one word എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ലാലേട്ടനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുറവായിരിക്കും. എനിക്കിത്ര പറയാനുള്ളൂ. ഞാൻ ലാലേട്ടന്റെ വലിയൊരു ഫാനാണ്. ഒന്ന്, രണ്ടാമത്തെ പ്രാക്ടീസ് ഫസ്റ്റ് നെക്സ്റ്റ് ടൈം കാണാൻ അവസരം ഉണ്ടായി. ആ എൻതൂസിയാസം, ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നില്ല മോശം. I think you all should learn from it. ലാലേട്ടനെ കണ്ട് പഠിക്കണം ആ ഒരു എൻതൂസിയാസം. Thank you so much, Srishan.